ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഇന്ന് ഗുരുപൂർണിമയാണ്. എല്ലാ മാസ്റ്റേഴ്സിനും എൻ്റെ ഗുരുപൂർണിമ ദിനാശംസകൾ. നമ്മുടെ ജീവിതത്തിൽ നല്ല വെളിച്ചം കൊണ്ടുവന്ന ഇരുട്ടിൽ നിന്ന് അറിവിൻ്റെ ലോകത്തേക്ക് കൈപ്പിടിച്ച് നടത്തിയ എല്ലാ ഗുരുക്കന്മാരെയും ഓർക്കാൻ കിട്ടിയ നല്ലൊരു ദിവസമാണിത്. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഗുരുക്കന്മാരുടെ സ്വാധീനം വളരെ വലുതാണ്. എൻ്റെ കാര്യം എടുത്താൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഗുരുക്കന്മാർ അച്ഛനും അമ്മയുമായിരുന്നു. ലോകത്തെ എങ്ങനെ കാണണം, ഇവിടെ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ അവർ എന്നെ പഠിപ്പിച്ചു. പിന്നെ സ്കൂളിലെയും കോളേജിലെയും ടീച്ചർമാരും അറിവുകൾക്ക് അപ്പുറം ചിന്തിക്കാനും സംശയങ്ങൾ ചോദിക്കാനും എന്നെ പ്രേരിപ്പിച്ചു. ഈ പാഠങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിന് ഒരു നല്ല അടിത്തറയിട്ടു. പക്ഷേ ജീവിതം മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഭൗതികമായ അറിവുകൾക്കപ്പുറം ആത്മീയമായ എന്തോ ഒന്ന് തേടാൻ തോന്നി. അങ്ങനെയാണ് ഞാൻ മാതാ അമൃതാനന്ദമയി അമ്മയെയും സിദ്ധിസായി ബാബയെയും ശ്രീ ശ്രീ രവിശങ്കർ ഗുരുവിനെയും കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഇവരെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്കൊരു സംശയമായി, ആരെയാണ് എൻ്റെ ആത്മീയ ഗുരുവായി തിരഞ്ഞെടുക്കേണ്ടതെന്ന്. ഓരോരുത്തരുടെയും വഴികൾ വ്യത്യസ്തമാണല്ലോ. ഈ അന്വേഷണത്തിനിടയിൽ സായിബാബയുടെയും അമൃതാനന്ദമയി അമ്മയുടെയും ജീവിതകഥകൾ ഞാൻ വായിച്ചു. ശ്രീ ശ്രീ രവിശങ്കർജിയുടെ ആർട്ട് ഓഫ് ലിവിംഗ് യോഗയിൽ ഞാൻ സന്തോഷത്തോടെ പങ്കെടുത്തു. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത നല്ല നിമിഷങ്ങളായിരുന്നു. ഈ യാത്രയിൽ അമ്മയെ നേരിൽ കണ്ടു കെട്ടിപ്പിടിക്കാനും അവരുടെ സ്നേഹം അനുഭവിച്ചറിയാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതുപോലെ മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള സായിബാബയുടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനും സാധിച്ചു. ബാംഗ്ലൂരിൽ വെച്ച് ശ്രീ ശ്രീ രവിശങ്കർജിയെയും എനിക്ക് നേരിൽ കാണാൻ കഴിഞ്ഞു. ഈ അനുഭവങ്ങളെല്ലാം എന്നെ ആത്മീയ പാതയിൽ കൂടുതൽ ഉറപ്പിച്ചു നിർത്തുകയും ധ്യാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ധ്യാനം പഠിക്കുവാനും അശ്വിനി മാസ്റ്ററുടെ അടുത്തെത്താനും ഇടയായത്. അവിടെ വെച്ചാണ് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന സുഭാഷ് പത്രിജി എന്ന മഹത്തായ ഗുരുവിനെയും ആനാപാന സതി ധ്യാനത്തെക്കുറിച്ചും ഞാൻ മനസ്സിലാക്കുന്നത്. അശ്വിനി മാസ്റ്റർ വഴിയാണ് ഞാൻ സീമാജി, സുപ്രിയജി ചേച്ചി എന്നിവരുമായി പരിചയപ്പെടുന്നത്. ഇന്ന് എൻ്റെ ആത്മീയ യാത്രയിൽ എനിക്ക് വഴികാട്ടിയും താങ്ങും തണലുമായ ഗുരു സുപ്രിയ ചേച്ചിയാണ്. സുപ്രിയ ചേച്ചിയുടെ എന്ത് കാര്യങ്ങൾ സംസാരിച്ചാലും അതിനെ വ്യക്തവും സമാധാനം നൽകുന്നതുമായ ഒരു മറുപടി കിട്ടും. അവരുടെ വാക്കുകൾക്ക് എൻ്റെ മനസ്സിലെ എല്ലാ പേടികളെയും ഇല്ലാതാക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. എൻ്റെ കൂടെയുള്ള മറ്റു മാസ്റ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിലും പലപ്പോഴും എൻ്റെ മനസ്സിലുള്ള സംശയം ഉണ്ടാകുമ്പോഴും ഞാൻ ചോദിക്കാതെ തന്നെ അന്നത്തെ ക്ലാസിന്റെ വിഷയം എൻ്റെ സംശയത്തിനും അല്ല അവരുടെ സംശയത്തിനും ഉത്തരം നൽകുന്ന തരത്തിലായിരിക്കും. ഇത് ഗുരുക്കന്മാർക്ക് തങ്ങളുടെ ശിഷ്യരുമായുള്ള ആഴത്തിലുള്ള ആത്മീയ ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഈ ഗുരുപൂർണിമ ദിനത്തിൽ എൻ്റെ ജീവിതത്തിന് അർത്ഥവും വെളിച്ചവും പകർന്ന അറിവിന്റെ ഈ വഴിയിൽ എന്നെ നയിച്ച എല്ലാ ഗുരുക്കന്മാർക്കും എൻ്റെ പ്രിയപ്പെട്ട സുപ്രിയ ചേച്ചിജിയുടെ പാദങ്ങളിലും ഞാൻ തലകുനിക്കുന്നു. അവരുടെ അനുഗ്രഹങ്ങൾ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം വെറുമൊരു ആഘോഷം മാത്രമല്ല, നമ്മുടെ ഗുരുക്കന്മാരോടുള്ള നന്ദിയും ബഹുമാനവും കാണിക്കാനുള്ള ഒരു വലിയ അവസരം കൂടിയാണ്. അവരുടെ നിസ്വാർത്ഥമായ പ്രയത്നങ്ങളെയും ത്യാഗങ്ങളെയും നമ്മൾ ഓർക്കുകയും അവരുടെ നല്ല പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. നന്ദി, നന്ദി, നന്ദി.